ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 9 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പാർട്ട് 1. ഈ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആൻഡ് സ്കോർ എന്ന് പറയുന്നത് 3 ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ 2 പാർട്ടുകളായിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ജേർണലിൽ തുടങ്ങി ലെഡ്ജർ പോസ്റ്റിംഗ്, ട്രയൽ ബാലൻസ് തയ്യാറാക്കൽ എന്നിങ്ങനെ ഘട്ടം ഘട്ടമായുള്ളതും വ്യക്തമായി നിർവചിച്ചിട്ടുള്ളതുമായ ഒരു പ്രക്രിയയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് നമ്മൾക്കറിയാം. ഈ ചാപ്റ്ററിൽ എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവയുടെ പ്രാധാന്യം എന്താണ്, അത് തയ്യാറാക്കുന്ന വിധം, കൂടാതെ ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും തമ്മിലുള്ള ഡിഫറൻസ്, ഇവയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇനി എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ധനകാര്യ പത്രികകൾ എന്ന് പറഞ്ഞാൽ? വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ ഗുണഭോക്താക്കൾക്ക് അല്ലെങ്കിൽ യൂസേഴ്സിന് വ്യത്യസ്ത വിവരങ്ങളാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം പ്രയോജനപ്പെടുന്ന വിവരങ്ങൾ നൽകുന്നതിന് പകരം എല്ലാ ഗുണഭോക്താക്കൾക്കും പൊതുവായ വിവരങ്ങൾ തൃപ്തികരമായി ലഭിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് തയ്യാറാക്കേണ്ടത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് The basic objectives of preparing financial statements are: first, to present a true and fair view of the financial performance of the business. ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തവും സത്യസന്ധവും കൃത്യവുമായ സാമ്പത്തിക വിവരങ്ങൾ നൽകുക. സെക്കൻഡ്, to present a true and fair view of the financial position of the business. ബിസിനസ് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സത്യസന്ധവും വ്യക്തവും കൃത്യവുമായ അവതരണം. For this purpose, the firm usually prepares the following financial statements. ഈ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഫേം സാധാരണ തയ്യാറാക്കുന്ന സാമ്പത്തിക പത്രികകൾ എന്ന് പറയുന്നത്: ഫസ്റ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, വ്യാപാര ലാഭനഷ്ട കണക്കുകൾ. ബാലൻസ് ഷീറ്റ് അഥവാ ബാക്കി പത്രം. Trading and profit and loss account, also known as income statement, shows the financial performance in the form of profit earned or loss sustained by the business. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നത് അറിയപ്പെടും. അത് ബിസിനസ്സിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലം ലാഭമാണോ നഷ്ടമാണോ എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ബാലൻസ് ഷീറ്റ് ഷോസ് financial position in the form of assets, liabilities and capital. ബാലൻസ് ഷീറ്റ് ആസ്തികളുടെയും ബാധ്യതകളുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. These are prepared on the basis of trial balance and additional information if any. ട്രയൽ ബാലൻസിൻ്റെയും അതുപോലെയുള്ള അനുബന്ധ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത്. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. അതായത് കുറേ ലെഡ്ജർ അക്കൗണ്ടുകൾ, ഇൻകം, എക്സ്പെൻസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇതിൻ്റെയൊക്കെ ബാലൻസുകൾ ലിസ്റ്റ് ചെയ്ത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജീവ, ഞാനൊരു ബിസിനസ്സുകാരിയാണ്. ഒരു ഇയർ എൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ട്രയൽ ബാലൻസ് ഉണ്ട്. എനിക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇൻകം, എക്സ്പെൻസുകൾ എത്രയൊക്കെയാണ്, ഇതൊക്കെ ഇതിൽ നിന്ന് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് എന്താ ശരിക്കും അറിയേണ്ടത്? ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വർഷം എൻ്റെ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ, അതാണ് എനിക്ക് ശരിക്കും അറിയേണ്ടത്. അപ്പോൾ ലാഭവും നഷ്ടവും എനിക്ക് ട്രയൽ ബാലൻസിൽ നോക്കിയാൽ മനസ്സിലാകുമോ? ഇല്ല. ഇതുവരെ നമ്മൾ ചെയ്തത് ബിസിനസ്സിൻ്റെ ഓരോ ട്രാൻസാക്ഷനും എടുത്ത് കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്തു ട്രയൽ ബാലൻസ് വരെ എത്തി, അല്ലേ? ഇതുവരെയുള്ള സ്റ്റെപ്പിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡിംഗ് സെക്ഷൻ കഴിഞ്ഞു. ഇനി എനിക്കറിയണം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. പ്രോഫിറ്റോ ലോസോ എന്ന് പറയുമ്പോൾ എന്താ? എൻ്റെ ബിസിനസ്സിൻ്റെ റിസൾട്ട്.
ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ റിസൾട്ട്. അപ്പോൾ ആ ഫൈനാൻഷ്യൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റോ ലോസോ ആണോ എന്ന്. സാധാരണ നമ്മൾ എങ്ങനെയാ നോക്കാറ്? എത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻകം, അതിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെൻസസ്, അത് കുറയ്ക്കും. സാധാരണ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ട്രയൽ ബാലൻസിലുള്ള ഇൻകംസും എക്സ്പെൻസും നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കും. ഫൈനാൻഷ്യൽ റിസൾട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഉണ്ടല്ലോ അസറ്റ്സും ലയബിലിറ്റീസും ട്രയൽ ബാലൻസിൽ. ബിസിനസിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും വെച്ച് ആ ബിസിനസിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ആ വർഷം അവസാനം നോക്കണം. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ വേറെ പ്രസൻറ്റ് ചെയ്യുന്നു ഫൈനാൻഷ്യൽ പൊസിഷന് വേണ്ടിയിട്ട്. അപ്പോൾ റെക്കോർഡിംഗ് സെക്ഷൻ കഴിഞ്ഞ് നമ്മുടെ ഫേമിൻ്റെ ഫൈനാൻഷ്യൽ റിസൾട്ടും ഫൈനാൻഷ്യൽ പൊസിഷനും എങ്ങനെയാണ് നോക്കുന്നത്, ഇതിനാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻകംസും എക്സ്പെൻസും വെച്ചിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. പ്രോഫിറ്റോ ലോസോ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു ഏറ്റവും ആദ്യം ഇൻകം എടുക്കും, അതിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കും. ബിസിനസിന്റെ മെയിൻ ഇൻകം എന്താ? സെയിൽസ് അല്ലേ? അതുപോലെ മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താ? പർച്ചേസ്. അതായത് ഡയറക്റ്റ് ഇൻകം ആയ സെയിൽസും ഡയറക്റ്റ് എക്സ്പെൻസ് ആയ പർച്ചേസും ഇത് വെച്ച് നമ്മൾ സാധാരണ രീതിയിൽ പ്രോഫിറ്റും ലോസും കണ്ടു എന്ന് വിചാരിക്കാം. പക്ഷേ ബിസിനസിനെ സംബന്ധിച്ച് വേറെയും എക്സ്പെൻസുകളൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു കടയാണെന്നുണ്ടെങ്കിൽ ആ കടയിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അവർക്ക് സാലറി കൊടുക്കണം, അതുപോലെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഇവയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതും കൂടി എക്സ്പെൻസിൽ പെടും. അപ്പോൾ ഇതും കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ ആണ് ശരിക്കുള്ള പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഇൻകം, അതായത് സെയിൽസും ഡയറക്റ്റ് എക്സ്പെൻസ് ആയ പർച്ചേസും. സെയിൽ ആൻഡ് പർച്ചേസിന് എന്താ പറയുക? ട്രേഡിംഗ് അല്ലേ? അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണല്ലോ അവിടെ നടക്കുന്നത്. അതിനെന്തെന്നാ പറയുന്നത്? ട്രേഡിംഗ് എന്നാണ് അല്ലേ? അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ട്രേഡിംഗ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയി നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, അതായത് സെയിൽസും പർച്ചേസും അതും മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര പ്രോഫിറ്റ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ആദ്യം ട്രേഡിങ്ങിൽ നിന്നുള്ള പ്രോഫിറ്റ്, അതിനാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്. ഇനി ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എക്സ്പെൻസുകൾ, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായ സാലറി, ഇലക്ട്രിസിറ്റി ചാർജസ് അങ്ങനെയുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേറെയും ഇൻകംസും ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയത്, കമ്മീഷൻ കിട്ടിയത്, അങ്ങനെയൊക്കെ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഇൻകംസും എക്സ്പെൻസസും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. നമുക്കപ്പോൾ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്കൊരു എക്സാമ്പിളിൽ കൂടി പഠിക്കാം. കേസ് 1, എൻ്റെ വില്ലേജ് ബിസിനസ് സംരംഭം തന്നെ എക്സാമ്പിൾ ആക്കാം. ഇനി എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഉള്ളി വ്യാപാരമാണ്. അതായത് സവോള, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതൊക്കെയാണ് ഞാൻ ഡീൽ ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. 2019-2020 ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ മൊത്തം 4 ലക്ഷം രൂപയുടെ ഉള്ളികൾ ആണ് പർച്ചേസ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു വർഷം എൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് 6 lakh rupees ആണ്. അതായത് ആ വർഷം മൊത്തം ഞാൻ 4 ലക്ഷം രൂപയുടെ പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്നത്. ആ വർഷത്തെ എൻ്റെ വിൽപ്പന എന്ന് പറയുന്നത് 6 lakh ആണ്. അതായത് പർച്ചേസ് ചെയ്ത് വെച്ച വിലക്കായിരിക്കില്ല ഞാൻ വിൽക്കുന്നത്, ഞാൻ ലാഭമായിട്ടായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ എൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് 6 lakh ആണ്. അപ്പോൾ ഇതിൽ നിന്നും എൻ്റെ ലാഭം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് പ്രോഫിറ്റ് എത്രയാണ്? സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെയിൽസിൽ നിന്ന് പർച്ചേസ് പ്രൈസ് കുറയ്ക്കുന്നു അല്ലേ? അതായത് പ്രോഫിറ്റ് ഈക്വൽസ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നല്ലേ? അതായത്
എത്ര രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്, അതായത് വിറ്റപ്പോൾ കിട്ടിയ വിലയിൽ നിന്ന് ആ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അത് വിറ്റ സാധനങ്ങളുടെ ചിലവ് കുറച്ചാൽ മതിയല്ലോ അതിൻ്റെ ലാഭം കണ്ടുപിടിക്കാനായിട്ട്. അപ്പം പ്രോഫിറ്റ് ഈക്വൽസ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ. ഹിയർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽസ് പർച്ചേസ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ്. കാരണം ഈ ഒരു കേസിൽ പർച്ചേസ് പ്രൈസ് മാത്രമേ തന്നുള്ളൂ. 4 lakh rupeesൻ്റെ പർച്ചേസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സെയിൽസ് ചെയ്തപ്പോൾ വിറ്റപ്പോൾ കിട്ടിയ വില എന്ന് പറയുന്നത് 6 lakh ആണ്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്ന 4 lakh കുറച്ചെന്നാൽ ബാക്കിയുള്ള 2 lakh ആണ് ഈ ഒരു കേസിലെ എൻ്റെ ലാഭം എന്ന് പറയുന്നത്. ശരിയല്ലേ? ക്ലിയർ? അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 lakh. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ഞാൻ പിന്നീട് പറയാം. ഇനി നമുക്ക് കേസ് 2 നോക്കാം. ഞാൻ 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ 4 ലക്ഷം രൂപയുടെ മുഴുവൻ സാധനങ്ങളും ആ വർഷം തന്നെ വിറ്റ് തീർണമെന്നുണ്ടോ? ഇല്ല. ഞാൻ 2019-2020 മൊത്തം പർച്ചേസ് ചെയ്തതിൽ 4000 കിലോ സവോളയും 1000 കിലോഗ്രാം ചുവന്നുള്ളിയും 1000 കിലോ വെളുത്തുള്ളിയും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അത് മുഴുവനും ആ വർഷം അവസാനിക്കുമ്പോൾ വിറ്റ് തീരണമെന്നുണ്ടോ? ഇത് മുഴുവനും 2019-2020 അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുമ്പോൾ ഇത് മുഴുവനും വിറ്റ് തീരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതിൽ 4000 കിലോ സവോള മുഴുവൻ വിറ്റ് തീർന്നു എന്ന് വിചാരിക്കാം. സവോള മുഴുവനും വിറ്റ് തീർന്നു. 1000 കിലോഗ്രാം ചുവന്നുള്ളി വാങ്ങിച്ചതിൽ 750 കിലോഗ്രാം മാത്രമേ വിറ്റിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു 750 കിലോ മാത്രമേ ഇപ്പോൾ 750 കിലോ മാത്രമേ വിറ്റിട്ടുള്ളൂ. 1000 കിലോ ചുവന്നുള്ളി വാങ്ങിച്ചായിരുന്നു. അതിൽ 750 കിലോ മാത്രമേ വിറ്റിട്ടുള്ളൂ. അതുപോലെ തന്നെ 1000 കിലോ വെളുത്തുള്ളിയും വാങ്ങിച്ചിരുന്നു. അതിൽ ഒരു 500 കിലോ വെളുത്തുള്ളിയുമാണ് വിറ്റിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ കുറച്ച് രൂപയുടെ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ബാക്കിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? വിറ്റു പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്. ബാക്കി കുറച്ച് സാധനങ്ങൾ എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. ഒന്നുകൂടി പറയാം. 4 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തി, 5 ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തി, കുറച്ച് സാധനങ്ങൾ വിറ്റു പോകാതെ ബാക്കിയും ഇരിപ്പുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് എൻ്റെ സ്ഥാപനത്തിലെ ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ഒരു വർഷത്തിൻ്റെ അവസാനം വിറ്റു പോകാതെ നീക്കിയിരിക്കുന്ന സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് എൻ്റെ കയ്യിലുള്ളത് 1 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ്. ക്ലിയർ? അപ്പോൾ ഈ 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് മുഴുവൻ ഞാൻ വിറ്റിട്ടില്ല. അതിൽ 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ പ്രോഫിറ്റ് കണ്ടപ്പോൾ എന്തായിരുന്നു? ആദ്യം നമ്മൾ 6 ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തി, 4 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് കേസിൽ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? ഈ 6 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം രൂപ കുറച്ചു. അതായത് ആ കേസിൽ മുഴുവൻ ഉൽപ്പന്നങ്ങളും ആ അക്കൗണ്ടിങ് ഇയറിൽ തന്നെ വിറ്റ് തീർത്തു എന്ന അനുമാനത്തിലാണ് നമ്മൾ കേസ് 1 പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ ഇത് രണ്ടാമത്തെ കേസായിട്ടാണ് എടുക്കേണ്ടത്. ഇത് 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. ഓർക്കുന്നില്ലേ ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തത്? അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷമല്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിലെ ഡെബിറ്റുകളും ക്രെഡിറ്റുകളും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ കാണില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ട്രയൽ ബാലൻസിൽ കാണുകയില്ല. എന്താ കാരണം? നമ്മൾ പർച്ചേസ് ചെയ്തത് ഇവിടെ 4 ലക്ഷമാണ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും കൂടെ ഉൾപ്പെടെയാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിൽ പർച്ചേസ് എന്ന് പറഞ്ഞ് ഫുൾ എമൗണ്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും.
അതിൽ ക്ലോസിംഗ് സ്റ്റോക്കും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ പർച്ചേസിലുള്ള അതേ കാര്യം തന്നെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് സെയിൽസ് ചെയ്തിട്ട് ബാക്കി എത്രയുണ്ട് എന്നത് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിൽ എന്തുകൊണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ഓൾറെഡി അത് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ വരികയില്ലാത്തത്. അപ്പൊ അതിന് പകരം താഴെ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാകുക. ഈ കേസിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഇവിടെ പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 6 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം കുറയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത് സെയിൽസ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷമാണ് കേട്ടോ. അപ്പൊ സെയിൽസിന്റെ എമൗണ്ട് 5 ലക്ഷമായിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. അപ്പോൾ നേരെ നമുക്ക് 4 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈ 4 ലക്ഷം മുഴുവനായിട്ടും ഞാൻ വിറ്റിട്ടില്ല. വിറ്റതിന്റെ മാത്രമാണ് എനിക്ക് പ്രോഫിറ്റ് അറിയേണ്ടത്, അല്ലേ? അപ്പോൾ ഈ 4 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം മാറ്റിയാലാണ് എത്രയാണ് എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളതെന്ന് കൃത്യമായി പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇവിടെയും പ്രോഫിറ്റ് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഈക്വൽസ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതാണ് നമ്മുടെ ഫോർമുല. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ബേസ് വെച്ചിട്ടാണ്. അതായത് സെയിൽസിൽ നിന്ന് ശരിക്കും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ് ആണ് മാറ്റേണ്ടത്. പക്ഷേ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്ത് മുഴുവൻ നമ്മൾ വിൽക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിൽ കുറെയൊക്കെ സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ സ്റ്റോക്കിന്റെ വാല്യൂ കൂടി നമ്മൾ മാറ്റണം. അപ്പോൾ ഇവിടെ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളതാണ് ഫോർമുല. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് നമുക്ക് നേരിട്ട് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാകില്ല. പക്ഷെ അത് കാണാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാകും. അപ്പൊ ഈ ഒരു കേസിലാണ് എങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പർച്ചേസിൽ നിന്ന് അവിടെ ബാക്കിയിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്താൽ മതി, അല്ലേ? ഇപ്പം 4 ലക്ഷം രൂപയുടെ പർച്ചേസ് ഉണ്ടായിരുന്നു. പക്ഷേ 1 ലക്ഷം രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 3 lakh അല്ലേ ഉള്ളൂ. 4 lakhന്റെ പർച്ചേസ് ഉണ്ടായിരുന്നു. അതിൽ പക്ഷേ 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നോക്കിയേ, അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 3 lakh ഉള്ളൂ, അല്ലേ? അതായത് 4 lakhൽ നിന്ന് 1 lakh കുറച്ചിട്ട് 3 lakh ആണ് വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ സെയിൽസ് നടത്തിയപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് 5 lakh ആണ്. അപ്പോൾ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 lakh മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചു, 3 lakh ആണ്. അപ്പോൾ ഈ കേസ് 2 പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 2 കേസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.